നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ നുറുങ്ങ് ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ആത്മസ്നേഹം വളർത്തുന്നതിൻ്റെ ആവശ്യം എന്തെന്ന് നോക്കാം. ആത്മസ്നേഹം അഥവാ സെൽഫ് ലവ് എന്നത് തന്നെ സത്യസന്ധമായി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും മാനിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് സ്വാർത്ഥമായോ അഹങ്കാരമായോ അല്ല, മറിച്ച് തന്നെ അപമാനിക്കാതെ സ്വന്തം മൂല്യവും ആവശ്യങ്ങളും ബഹുമാനിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ആത്മസ്നേഹം എന്നത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ എന്ന് മനസ്സിലാക്കുകയാണ്. തനിക്ക് വേണ്ട അതിരുകൾ നിശ്ചയിക്കുക, തെറ്റുകൾ സംഭവിച്ചാലും സ്വയം ക്ഷമിക്കുക, സ്വന്തം മനസ്സിനെയും ശരീരത്തെയും പരിചരിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ മാത്രമല്ല സ്വയം സന്തോഷവാനാകാനും കൂടിയാണ് ജീവിക്കുന്നത് എന്ന് ബോധമുണ്ടാക്കുക. ആത്മസ്നേഹത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? തനിക്ക് വേണ്ട സമയമെടുക്കുക, ഇല്ല എന്ന് പറയാനുള്ള ധൈര്യം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതും എല്ലാം നമ്മൾക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാനുള്ള ഓരോ ഘടകങ്ങളാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടാലും തീരുമാനം സ്വന്തം മൂല്യങ്ങൾക്ക് അനുസരിച്ച് എടുക്കുകയും വേണം. ആത്മസ്നേഹത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ആത്മസ്നേഹമില്ലാത്തപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി ജീവിക്കാനിടവരും. ആത്മവിശ്വാസം കുറയുകയും വിഷാദം, ആകുലത എന്നിവ വളരുകയും ചെയ്യും. പക്ഷേ ആത്മസ്നേഹമുള്ളപ്പോൾ നമ്മൾ മനസ്സിന് സമാധാനം നൽകുന്നു, ബന്ധങ്ങൾ ആരോഗ്യകരമാക്കുന്നു, ജീവിതത്തിൽ വ്യക്തതയും ആനന്ദവും ഉണ്ടാകുന്നു. ആത്മസ്നേഹം സ്വന്തം മൂല്യം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നു. എനിക്കും പ്രാധാന്യമുണ്ട് എന്ന ബോധം വ്യക്തിയെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുന്നു. മാനസികാരോഗ്യത്തിന് കരുത്ത് ലഭിക്കുന്നു. ആത്മസ്നേഹമില്ലാത്തവർ എളുപ്പത്തിൽ കുറ്റബോധത്തിലും നിരാശയിലും വഴുതി വീഴുന്നു. ആത്മസ്നേഹം വളർന്നാൽ മനസ്സ് സമാധാനത്തോടെ സന്തുലിതയോടുകൂടി നിലനിൽക്കും. എനിക്ക് എന്താണ് നല്ലത് എന്ന് നാം സ്വയം മനസ്സിലാക്കുക. ഇത് അറിയാനും അതിനനുസരിച്ച് പെരുമാറാനും പഠിക്കുക. ആത്മസ്നേഹമുള്ളപ്പോൾ മാത്രമാണ് ഇതിനെല്ലാം നമ്മൾക്ക് സാധിക്കുന്നത്. സ്വന്തം കഴിവുകളെയും ദൗർബല്യങ്ങളെയും തുറന്നു കാണാനും വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കാനും താല്പര്യം കാണിക്കുകയും സ്വന്തം സമയം കണ്ടെത്തുകയും വേണം. ആത്മസ്നേഹമില്ലാത്ത ഒരാളെ മറ്റുള്ള ആർക്കും സ്നേഹിക്കാൻ കഴിയുകയില്ല. പക്ഷേ അത് അപൂർണമായും ആശ്രയാധീനവും ആയിരിക്കും. യഥാർത്ഥവും ആരോഗ്യപരവുമായ സ്നേഹം സ്വയം സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് നൽകാൻ കഴിയുന്നത്. അതുപോലെ അവർക്ക് മാത്രമാണ് സ്നേഹം സ്വീകരിക്കാനും കഴിയുന്നത്. ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.